ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആംഗിൾ ആൻഡ് സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ എന്ന ഭാഗമാണ്. ഓക്കെ, ഒരു സർക്കിളും സർക്കിളിൽ ഉണ്ടാവുന്ന ക്വാഡ്രിലാറ്ററലും തമ്മിലുള്ള ബന്ധം, അങ്ങനെയൊരു ക്വാഡ്രിലാറ്ററലിൻ്റെ പേരെന്താണ്, അതിൻ്റെ വെർട്ടിസസ് എവിടെയാണ് സ്ഥിതി ചെയ്യുക, എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു സർക്കിൾ, ഒരു ക്വാഡ്രിലാറ്ററലും കാണാം. ക്വാഡ്രിലാറ്ററിൻ്റെ പേര് ABCD എന്നാണ്. അതിലെ 4 വെർട്ടീസസ് ABCD എന്നിവയാണ്. ഈ 4 വെർട്ടീസസും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സർക്കിളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടീസസ് ഓൺ ദ സർക്കിൾ ആണെങ്കിൽ ദാറ്റ് ക്വാഡ്രിലാറ്ററൽ ഈസ് കോൾഡ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ആ ക്വാഡ്രിലാറ്ററലിൻ്റെ പേരെന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നാണ്. ഓക്കെ, ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 180 ഡിഗ്രി. ഓക്കെ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി എന്ന് പറയും. അതായത് ആംഗിൾ എയുടെ മെഷറും ആംഗിൾ സിയുടെ മെഷറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടും. അതേപോലെ തന്നെ ആംഗിൾ ഡിയുടെ മെഷറും ആംഗിൾ ബിയുടെ മെഷറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടും. അതേത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിലും ആ പ്രത്യേകത ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഒരു സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് എവിടെയെങ്കിലും 4 പോയിൻറ്റ്സ് എടുക്കുക, എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്യുക, എന്നിട്ട് ABCD എന്ന് പേര് കൊടുക്കുക. പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് ആംഗിൾ എയും ആംഗിൾ സിയും മെഷർ ചെയ്യുക, രണ്ടും കൂടെ ആഡ് ചെയ്യുക. ആംഗിൾ ഡിയും ആംഗിൾ ബിയും മെഷർ ചെയ്തിട്ട് രണ്ടും ആഡ് ചെയ്യുക. യു ക്യാൻ സീ ദാറ്റ് സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈസ് 180. ദാറ്റ് ഈസ് A plus C is equal to 180, B plus D is equal to 180 എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു വെർട്ടെക്സ് എങ്കിലും സർക്കിളിൻ്റെ പുറത്താണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ ABC ഈ 3 വെർട്ടീസസും എവിടെയാണ്? സർക്കിളിലാണ്. ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ 4ാമത്തെ വെർട്ടെക്സാണ് D എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സർക്കിളിൻ്റെ പുറത്താണ്. ഇങ്ങനെ ഒരു വെർട്ടെക്സ് സർക്കിളിൻ്റെ പുറത്താണെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററലിനെ നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കാൻ പറ്റില്ല. അങ്ങനെ ആവുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ പുറത്തുള്ള ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ഒരു അക്യൂട്ട് ആംഗിളായിരിക്കും. ഈ അക്യൂട്ട് ആംഗിളും അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും, ഈ ആംഗിൾ സർക്കിളിലാണ് ഉണ്ടാവുക, ഇത് സർക്കിളിൻ്റെ പുറത്താണ്. അപ്പോൾ പുറത്തുള്ള ആംഗിളും അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ലെസ് ദാൻ 180. ഓക്കെ, ദാറ്റ് ഈസ് ആംഗിൾ B പ്ലസ് ആംഗിൾ D ഈസ് ലെസ് ദാൻ 180. ഓക്കെ, അപ്പോൾ 4 ആംഗിൾസിൻ്റെ സമ്മ് 360 എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 180യിൽ കുറവാണെങ്കിൽ മറ്റേ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 180. ഓക്കെ, സം ഓഫ് ആംഗിൾ A ആൻഡ് ആംഗിൾ C ഈസ് ഗ്രേറ്റർ ദാൻ 180. ഓക്കെ, ആംഗിൾ A പ്ലസ് ആംഗിൾ C ഈസ് ഗ്രേറ്റർ ദാൻ 180 ഓർ മോർ ദാൻ 180. ഇനി അടുത്ത ഫിഗറിൽ എന്താണ് പ്രത്യേകത? 3 വെർട്ടീസസ് ABC എവിടെയാണുള്ളത്? സർക്കിളിൽ തന്നെയാണുള്ളത്. പക്ഷേ 4th വെർട്ടെക്സ് D സർക്കിളിൻ്റെ ഉള്ളിലാണുള്ളത്. സർക്കിളിലല്ല, സർക്കിളിൻ്റെ പുറത്തല്ല, സർക്കിളിൻ്റെ ഉള്ളിലാണ്. ഇൻസൈഡ് ദ സർക്കിൾ, നോട്ട് ഓൺ ദ സർക്കിൾ, നോട്ട് ഔട്ട്സൈഡ് ദ സർക്കിൾ, ബട്ട് ഇൻസൈഡ് ദ സർക്കിൾ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എപ്പോഴും ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. ഒബ്റ്റ്യൂസ് ആംഗിൾ മീൻസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഓക്കെ, മെഷർ 90-നേക്കാൾ കൂടുതലായിരിക്കും. ഈ ആംഗിളും അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾവേസ് വിൽ ഗെറ്റ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി. 150 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ആംഗിൾ A പ്ലസ് ആംഗിൾ C വിൽ ബി ലെസ് ദാൻ 180. എയും സിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ലെസ് ദാൻ 180. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെയുള്ളത് അതിൻ്റെ പ്രൂഫൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. യു ക്യാൻ റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയണമെങ്കിൽ എന്താണ്? 4 വെർട്ടീസസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഷുഡ് ബി ഓൺ ദ സർക്കിൾ. 4 വെർട്ടീസസും സർക്കിളിൻ്റെ മേലെ സ്ഥിതി ചെയ്യണം. മറ്റൊരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ സർക്കിൾ മസ്റ്റ് പാസ് ത്രൂ 4 വെർട്ടീസസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടീസസിലൂടെയും എന്ത് കടന്നു പോകണം? സർക്കിൾ പാസ് ചെയ്യണം. അങ്ങനെ പാസ് ചെയ്യുന്നെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ക്വാഡ്രിലാറ്ററൽ ഈസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ,
അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നു. ആ ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടീസസിലൂടെയും സർക്കിൾ പാസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അത് സൈക്ലിക് ആണോ അല്ലേ നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ് പറയുക? ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ പ്രോപ്പർട്ടി ആ ക്വാഡ്രിലാറ്ററലിന് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. എന്താ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഒരു പ്രോപ്പർട്ടി? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നു, അതിൻ്റെ 4 വെർട്ടീസസിലൂടെ ഒരു സർക്കിൾ പാസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിക്കുക. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആകുമെങ്കിൽ we can draw a circle passing through 4 vertices. ഓക്കെ, ആ 4 വെർട്ടക്സിലൂടെയും കടന്നു പോകുന്ന രീതിയിൽ എന്ത് വരയ്ക്കാൻ സാധിക്കും? ഒരു സർക്കിൾ വരയ്ക്കാൻ സാധിക്കും. therefore that quadrilateral can be called cyclic quadrilateral. മനസ്സിലായോ? അതൊരു ഫിഗറിൽ നമ്മൾ ക്വാഡ്രിലാറ്ററൽ മാത്രമേ കാണുന്നുള്ളൂ, സർക്കിൾ കാണുന്നില്ലെങ്കിൽ പോലും നമുക്ക് ആ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്ന് പറയാം. എന്ത് പ്രത്യേകത ഉണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള നമുക്കറിയാവുന്ന ആ ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് എത്ര കിട്ടണം? 180 ഡിഗ്രി എന്ന് കിട്ടണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ക്വാഡ്രിലാറ്ററൽ ഈസ് സൈക്ലിക്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ എന്നാണ്. സർക്കിൾ വരച്ചു, 4 പോയിൻറ്റ്സ് എടുത്തു, ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്താണെന്നാണ് നമ്മൾ ആദ്യം തന്നെ എഴുതി വെക്കുന്നത്. ഇഫ് 4 വെർട്ടീസസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ ഓൺ എ സർക്കിൾ ഇറ്റ് ഈസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ദ ക്വാഡ്രിലാറ്ററൽ ഈസ് സൈക്ലിക് quadrilateral. Okay, opposite angles of a cyclic quadrilateral are supplementary. Supplementary means sum 180. Okay, sum 180 ആണെന്ന് പറയുന്ന പേരാണെന്ത്? സപ്ലിമെൻ്ററി. ദാറ്റ്സ് ആംഗിൾ എ പ്ലസ് സി ഈസ് ഈക്വൽ ടു 180. ഈ ഫിഗറിൽ എയും സിയും രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടും. ബിയും ഡിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടും. എ പ്ലസ് സി ഈസ് ഈക്വൽ ടു 180, ബി പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 180. ഇഫ് വൺ ആംഗിൾ ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ, സം ഓഫ് ദാറ്റ് ആംഗിൾ ആൻഡ് ദി ഓപ്പോസിറ്റ് ആംഗിൾ ഈസ് ലെസ് ദാൻ 180. ഓക്കെ, ഇപ്പോൾ ഈ ഫിഗറിൽ ഒരു ആംഗിൾ എവിടെയാണ്? പുറത്താണ്. അപ്പോൾ ഈ പുറത്തുള്ള ആംഗിളും ഈ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വാട്ട്? ബി പ്ലസ് ഡി. ആൻഡ് ദാറ്റ് ബി പ്ലസ് ഡി ഈസ് ലെസ് ദാൻ 180. 180 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഇനി അടുത്തത് എന്താണ്? ഇഫ് വൺ ആംഗിൾ ഈസ് ഇൻസൈഡ് ദ സർക്കിൾ, സം ഓഫ് ദാറ്റ് ആംഗിൾ ആൻഡ് ദി ഓപ്പോസിറ്റ് ആംഗിൾ ഈസ് മോർ ദാൻ 180. അപ്പോൾ ഒരു ആംഗിൾ സർക്കിളിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വാട്ട്? മോർ ദാൻ 180. ദർഫോർ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഗ്രേറ്റർ ദാൻ 180. ഇവിടെ എ ആണ്, ഇത് സി ആണ്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഗ്രേറ്റർ ദാൻ 180. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുന്നത്, ഇഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ സപ്ലിമെൻ്ററി, എ സർക്കിൾ പാസിംഗ് ത്രൂ 4 വെർട്ടീസസ് ക്യാൻ ബി ഡ്രോൺ. ഓക്കെ, ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടീസസിലൂടെയും പാസ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. therefore the quadrilateral will be cyclic. അതുകൊണ്ട് ആ ക്വാഡ്രിലാറ്ററൽ എന്ത് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. അതിനുള്ള 2-3 എക്സാമ്പിൾസാണ് ഇവിടെ ഫിഗർ വരച്ചിരിക്കുന്നത്. ഒന്നെന്താണ്? റെക്റ്റാങ്കിളിലെ പ്രത്യേകത നമുക്കറിയാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓർ ഓൾ ആംഗിൾസ് ആർ റൈറ്റ് ആംഗിൾസ്. എല്ലാ ആംഗിൾസും റൈറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇത് 90 ആയിരിക്കും, ഇത് 90 ആയിരിക്കും. അപ്പോൾ 90 + 90 എത്രയായി? 180. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 180. സിൻസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി, റെക്റ്റാങ്കിൾ ഈസ് സൈക്ലിക്. ദാറ്റ് മീൻസ് ഈ 4 വെർട്ടീസസിലൂടെയും പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കാൻ നമുക്ക് സാധിക്കും. ദർഫോർ ദിസ് ഈസ് സൈക്ലിക്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഫിഗർ ഈസ് സ്ക്വയർ. സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണ്? ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഓൾ ആംഗിൾസ് ആർ റൈറ്റ് ആംഗിൾസ്. അപ്പോൾ എല്ലാ ആംഗിൾസ് റൈറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് ഈ ആംഗിളും ഓപ്പോസിറ്റ് ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 + 90 180 ആവും. അതുപോലെ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 90 + 90 180 ആവും. ദർഫോർ ദിസ് സ്ക്വയർ ഓൾസോ ഈസ് വാട്ട്? സൈക്ലിക്. ഓക്കെ, അതായത് ഈ 4 വെർട്ടീസസിലൂടെയും പാസ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വാട്ട്? മൂന്നാമത്തെ ഫിഗറാണ് ഐസോസിലസ് ട്രപ്പീസിയം. എന്താണ് ട്രപ്പീസിയം, എന്താണ് ഐസോസിലസ് ട്രപ്പീസിയം എന്നൊക്കെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഒരു ക്വാഡ്രിലാറ്ററൽ ഇഫ് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, only one pair of opposite sides are parallel, it is called trapezium.
അപ്പോൾ ഇവിടെ ഈ പെയർ മാത്രം പാരലലാണ്. ഓക്കെ, ഈ പെയറും കൂടെ പാരലൽ ആയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പാരലോഗ്രാം. അപ്പോൾ ഇവിടെ ഒരു പെയർ മാത്രം പാരലൽ, ദെർഫോർ ഇറ്റ് ഈസ് വാട്ട്? ട്രപ്പീസിയാണ്. ഓക്കെ, ഇനി എന്താണ് ഐസോസെലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ? ഈ പാരലൽ സൈഡ്സ് അല്ലാത്ത മറ്റ് 2 സൈഡ്സ് ഉണ്ട്. ആ മറ്റ് 2 സൈഡ്സ് ഈക്വൽ ആവാം, ഈക്വൽ ആവാതിരിക്കാം. ഓക്കെ, ട്രപ്പീസിയത്തിൽ ഈക്വൽ ആവാം, ഈക്വൽ ആവാതിരിക്കാം. ഈക്വൽ ആണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഐസോസെലസ് ട്രപ്പീസിയം. അപ്പോൾ ഈ 2 സൈഡ്സ് പാരലലാണ്, ഈ 2 സൈഡ്സ് ഈക്വലാണ്, ദെർഫോർ ഇറ്റ് ഈസ് ഐസോസെലസ് ട്രപ്പീസിയം. ഇങ്ങനെ ഐസോസെലസ് ട്രപ്പീസിയം ആണെങ്കിലും ഇറ്റ് ഈസ് സൈക്ലിക്. എന്താ കാരണം? ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ പേര് ABCD ആണെന്ന് വിചാരിക്കുക. ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C, ആംഗിൾ D, ഓർ വെർട്ടീസസ് ABCD. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടും. ബിക്കോസ് ദീസ് 2 ആർ പാരലൽ സൈഡ്സ്. ഓക്കെ, പാരലൽ സൈഡ്സ് ആകുമ്പോൾ ഇത് രണ്ടും എന്താണ്? കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. അതേപോലെ തന്നെ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. ബിയും സിയും ആഡ് ചെയ്ത് കഴിഞ്ഞാലും 180 ഡിഗ്രി കിട്ടും. ബിക്കോസ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ഓക്കെ, ദർ സം ഈസ് 180 ഡിഗ്രി. ഐസോസെലസ് ട്രപ്പീസിയത്തിന് മറ്റൊരു പ്രത്യേകത എന്താ? ഈ 2 സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് ഈ 2 ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ A+D 180 ആണെങ്കിൽ എക്ക് ഈക്വൽ ആയിട്ടുള്ള ബിയും ഡിയും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വാട്ട്? 180. സോ B+D ഈസ് ഈക്വൽ ടു 180. therefore A+C ഈസ് ഈക്വൽ ടു 180. that means opposite angles are supplementary. Therefore we can draw a circle passing through 4 vertices of this isosceles trapezium. Therefore isosceles trapezium also is cyclic. Okay, അപ്പോൾ സൈക്ലിക് ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററലിന് എക്സാമ്പിൾസ് പറയാൻ പറഞ്ഞാൽ വി ക്യാൻ സേ വാട്ട്? റെക്റ്റാങ്കിൾ, സ്ക്വയർ, ഐസോസെലസ് ട്രപ്പീസിയം. ഒക്കെ എന്താണ് എക്സാമ്പിൾസ് ഫോർ cyclic quadrilateral. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോവാം. അതിനു മുമ്പേ ഇത് ഐസോസെലസ് ട്രപ്പീസിയം സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. ഐസോസെലസ് ട്രപ്പീസിയം എന്താണ്? സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദീസ് 2 ആർ ഈക്വൽ ആൻഡ് ദീസ് 2 ആർ പാരലൽ. therefore ആംഗിൾ A ഈസ് ഈക്വൽ ടു B. ഓക്കെ, then A+D ഈസ് ഈക്വൽ ടു 180. A+D ഈസ് ഈക്വൽ ടു 180. B+D ഈസ് ഈക്വൽ ടു 180. എങ്ങനെ B+D 180 ആവുന്നത്? ഐ ടോൾഡ് യു ദാറ്റ് A ഈസ് ഈക്വൽ ടു വാട്ട്? B. ഓക്കെ, A+D is equal to 180, co-interior angles A is equal to B, therefore B+D is equal to 180. Opposite angles are supplementary. Sum of B and D is 180, therefore sum of A and C is 180, therefore opposite angles are supplementary, therefore this isosceles trapezium is cyclic. അടുത്തതായി പേജ് 59 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് കേട്ടോ. അതിൽ ഒന്നാമത്തത് എന്താണ്? കാൽക്കുലേറ്റ് ദി ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഇൻ ദ പിക്ചർ ആൻഡ് ഓൾസോ ദി ആംഗിൾസ് ബിറ്റ്വീൻ ദ ഡയഗണൽസ്. ഈ സർക്കിളിൽ 4 വെർട്ടീസസ് 4 പോയിൻറ്റ്സ് എടുത്തു, അങ്ങനെ ജോയിൻ ചെയ്തു, ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടി. അതിനുശേഷം അതിൻ്റെ ഡയഗണൽസ് വരച്ചു. എന്നിട്ട് ഈ ആംഗിൾസൊക്കെ മാർക്ക് ചെയ്തു. 30, 50, 45 എന്നിങ്ങനെ 3 ആംഗിൾസ് മാർക്ക് ചെയ്തു. ഇനി നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ 4 ആംഗിൾസ്, ദാറ്റ് മീൻസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദീസ് 2 സൈഡ്സ്, ടോട്ടൽ ആംഗിൾ, ആംഗിൾ ബിറ്റ്വീൻ ദീസ് 2 സൈഡ്സ്, ആംഗിൾ ബിറ്റ്വീൻ ദീസ് 2 സൈഡ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദീസ് 2 സൈഡ്സ്. അങ്ങനെ 4 ആംഗിൾസ് കാണാം. പിന്നെ ഈ ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ 4 ആംഗിൾസ് ഉണ്ടായിട്ടുണ്ട്. ആ 4 ആംഗിൾസിൻ്റെ മെഷേഴ്സും കാണണം. ഓക്കെ, അപ്പോൾ അത് പല രീതിയിലും ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ആംഗിൾസിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഈ ഫിഗറിൽ വേറുണ്ട്.
ആ ആംഗിൾസ് ആദ്യം തന്നെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ആംഗിൾസ് ഇൻ ദ സെയിം ആർക്ക് ആർ ഈക്വൽ. അപ്പോൾ നമ്മൾ ഈ മൈനർ ആർക്ക് കൺസിഡർ ചെയ്ത് വിചാരിക്കും, ഈ മൈനർ ആർക്ക്. അപ്പോൾ ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ ബോത്ത് ആർ ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെൻറ്റ്, ദെർഫോർ ദേ ആർ ഈക്വൽ. അപ്പോൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, നോക്കാം. ഓക്കെ, ഇതാണ്. അപ്പോൾ ആംഗിൾ ഡി എ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി ബി സി ഇസ് ഈക്വൽ ടു 45. എന്താ ഡി ബി സി എന്നുള്ള ഈ ആർക്ക്, ഈ മൈനർ ആർക്ക് ഈ മേജർ ആർക്കിൽ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളാണിത് ഡി ബി സി. ഓക്കെ, ഡിയിൽ സ്റ്റാർട്ട് ചെയ്തു, സിയിൽ അവസാനിച്ചു, ഡി ബി സി. അതേപോലെ മറ്റൊരു ആംഗിൾ കൂടെ ഉണ്ട് ഡി എ സി, ഡിയിൽ സ്റ്റാർട്ട് ചെയ്തു, സിയിൽ അവസാനിക്കുന്നു. മിഡിൽ ലെറ്റർ സൂചിപ്പിക്കുന്ന വെർട്ടെക്സ് എവിടെയാണുള്ളത്? സർക്കിളിലാണുള്ളത്. ഓക്കെ, ഡി എ സി ഡി ബി സി. അപ്പോൾ രണ്ടും ഈക്വൽ ആണ്. ഇറ്റ് ഈസ് 45, ദെർഫോർ ദിസ് വിൽ ബി 45 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഡി സി എ, ഇതാ ഈ ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഇത് ഡി സി എ. ഡിയിൽ സ്റ്റാർട്ട് ചെയ്ത് എയിൽ അവസാനിക്കുക. അതേപോലെ മറ്റൊരു ആംഗിൾ കൂടെ ഉണ്ട് ഡി ബി എ. ഓക്കെ, അപ്പോൾ ഡി സി എ 30 ആണെങ്കിൽ ഡി ബി എയും എത്ര തന്നെയാണ്? 30 തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 30 കിട്ടി. അതേപോലെ ഈ ആർക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആർക്ക് ഉണ്ടാക്കുന്ന രണ്ട് ആംഗിൾസ് ഉണ്ട്, സി ഡി ബി, സി എ ബി. രണ്ടും സിയിൽ സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ അവസാനിക്കുന്നു. ഓക്കെ, സി ഡി ബി, സി എ ബി. അപ്പോൾ സി ഡി ബിയുടെ മെഷർ 50 ആയതുകൊണ്ട് ഇതിൻ്റെ മെഷർ എത്രയാണ്? 50 ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ രണ്ട് ആംഗിൾസ് ഇപ്പോൾ നമുക്ക് കിട്ടി. ഒന്ന് ആംഗിൾ എ, ഇത് 50 + 45 95 എന്ന് കിട്ടി. മറ്റേ ആംഗിൾ നമുക്ക് കിട്ടിയത് 30 + 45 75 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ ആംഗിൾ അറിയാമെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ നമുക്ക് കണ്ടെത്താം. ബിക്കോസ് സം ഓഫ് ദീസ് ടു ആംഗിൾസ് 180. അപ്പോൾ 50 + 45 95. ഈ 95 എന്ത് ചെയ്യുക? 180 മൈനസ് ചെയ്യുക. 180 മൈനസ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 85. അപ്പോൾ ആംഗിൾ സി ഇസ് ഈക്വൽ ടു 85 എന്ന് കിട്ടും. ഇത് ഓക്കെ, ആൻഡ് ദിസ് വൺ ഈസ് വാട്ട്? 45 + 30 75. അപ്പോൾ ഈ 75 180 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ആംഗിൾ ഡി. ഈ ആംഗിൾ കിട്ടും. ഓക്കെ, 180 - 75 ഈസ് ഈക്വൽ ടു 105. അപ്പോൾ ഇത് എത്രയാവും? 105. അങ്ങനെ നമുക്ക് 4 ആംഗിൾസ് കിട്ടും. ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി. ഇനി ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിരിക്കുക. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ആംഗിൾ ഈസ് എത്രയാണ്? ഇപ്പോൾ 30 + 50 ഈസ് ഈക്വൽ ടു 80 ആണ്. 80 ആണ്. അത് രണ്ടും കൂടി 80 ആണെങ്കിൽ ആൻഡ് ദിസ് വിൽ ബി വാട്ട്? 100. മൂന്നും കൂടിയാൽ 180 ആണുള്ളത്. ഇത് 100 ആണെങ്കിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ എത്രയായി മാറും? 100 ആയി മാറും. ഇനി ഇത് രണ്ടും ലീനിയർ പെയറാണ്. സം വിൽ ബി 180. അപ്പോൾ ഇത് 100 ആണെങ്കിൽ ദിസ് വിൽ ബി 80 ഡിഗ്രി. ഇത് 80 ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എന്തായിരിക്കും? 80 ഡിഗ്രി. ദാസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് 4 angles of the quadrilateral and 4 angles made by the diagonals. ഓക്കെ, ഡയഗണൽസ് ഉണ്ടാക്കിയ 4 angles നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് പല രീതിയിൽ കണ്ടെത്താം. ഓക്കെ, പല രീതിയിൽ കണ്ടെത്താം. ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കുക. ഡി എ സി ഡി ബി സി ഇസ് ഈക്വൽ ടു 45. ഓക്കെ, ഡി എ സി ഡി ബി സി ഇസ് ഈക്വൽ ടു 45. ബി എ സി ബി ഡി സി ഈക്വൽ ടു 50. ബി എ സി ബി ഡി സി ഈക്വൽ ടു 50 ഡിഗ്രി. Angle A is equal to 45 + 50. 45 + 50 95. Angle C is equal to 180 - 95. അപ്പോൾ ആംഗിൾ സി കിട്ടാൻ എന്ത് ചെയ്യുക? 180ൽ നിന്ന് ഈ 95 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടി? 85 കിട്ടി. പിന്നെ ആംഗിൾ എ ബി ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ എ സി ഡി ഇസ് ഈക്വൽ ടു 30. ആംഗിൾ എ ബി ഡിയും എ സി ഡിയും രണ്ടും ഈക്വൽ ആയിരിക്കും. ഇത് 30 ആയതുകൊണ്ട് ഇവിടെയും എന്താവും? 30 ആവും. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 45 + 35. അതായത് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾ 30 + 45 ആണ് 75. അപ്പോൾ ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററലിൻ്റെ ഈ ആംഗിളാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു 180 മൈനസ് ഈ ആംഗിൾ. 180 - 75 ദാറ്റ്സ് ഈക്വൽ ടു 105. അങ്ങനെ 4 ആംഗിൾസ് കിട്ടി. Now ആംഗിൾ ഡി പി സി ഇസ് ഈക്വൽ ടു 180 - 50 + 30. ഡി പി സി ഇത് ഈ പോയിന്റ് പി ആണെങ്കിൽ ഡി പി സി ഈ ആംഗിൾ 180ൽ നിന്ന് എന്ത് ചെയ്യുക? 50 + 30 കുറയ്ക്കുക. 50 + 30 80 ആണ്. 80 180 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 100.
So this angle is 100. Then BPC is equal to 180 minus DPC. BPC ഈ ആംഗിൾ എന്താണ്? ഇത് രണ്ടും കൂടി ചേർന്നാൽ 180 ആണ്. അപ്പോൾ 180യിൽ നിന്ന് എന്ത് ചെയ്യുക? 100 കുറയ്ക്കുക. Then you will get 80. Okay. So 180 minus 100 is equal to 80. Therefore APD is equal to 80. അപ്പോൾ ഇത് 80 ആണെങ്കിൽ ഇത് എന്താണ്? 80 തന്നെയാണ്. ഓക്കെ. അതുപോലെ ഇത് 100 ആണെങ്കിൽ ഇവിടെയും എന്താണ്? 100 ആണ്. Thus we got 4 angles of the quadrilateral and 4 angles made by these two diagonals. Okay, we got 4 angles of the quadrilateral A, B, C, D. Then we got 4 angles made by the diagonals. These are the 2 diagonals and these are the 4 angles made by the diagonals. We got both are 2 angles are 80 each and 2 angles are 100 each. Okay. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Prove that any outer angle of a cyclic quadrilateral is equal to the inner angle at the opposite vertex. ഏതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലെയും ഒരു വെർട്ടെക്സിൻ്റെ ഒരു സൈഡ് എന്ത് ചെയ്യാം? എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തേക്ക് ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പുറത്തുണ്ടാകുന്ന എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ മെഷർ എന്താണ്? നമ്മൾ കൺസിഡർ ചെയ്ത ഇൻറ്റീരിയർ ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഇൻറ്റീരിയർ ആംഗിൾ ഉണ്ടാവും. ആ ആംഗിളിൻ്റെ മെഷറിന് ഈക്വലാണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. അതായത് ഇവിടെ നോക്കുക, ഇത് ഒരു സർക്കിൾ ആൻഡ് ഇവിടെ 4 പോയിൻറ്റ്സ് എടുത്തു, ജോയിൻ ചെയ്തു, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കിട്ടി. എന്നിട്ട് അതിൽ സി എന്ന വെർട്ടെക്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുക പുറത്തേക്ക്. ദെൻ വിൽ ഗെറ്റ് ആൻ എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പോൾ ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഒരു വെർട്ടെക്സിലുള്ള എക്സ്റ്റീരിയർ ആംഗിളാണ് ഇത്. ഓക്കെ. അപ്പോൾ ഈ സിയിലുള്ള എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പോൾ സീൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആയിട്ടൊരു ആംഗിൾ ഉണ്ട്. ദാറ്റ് ആംഗിൾ ഈസ് വാട്ട്? ആംഗിൾ എ. ഓക്കെ. അപ്പോൾ ഈ ആംഗിൾ എയുടെ മെഷറും ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ മെഷറും ബോത്ത് വിൽ ബി സെയിം. രണ്ടും സെയിം ആയിരിക്കും. എല്ലാ സൈക്ലിക് ക്വാഡ്രിലാറ്ററലും അങ്ങനെ ആയിരിക്കും. ഓക്കെ. ഇഫ് ഇറ്റ് ഈസ് 100 ദിസ് വിൽ ബി 100. ഇഫ് ഇറ്റ് ഈസ് 80 ദിസ് വിൽ ബി 80. ഇഫ് ഇറ്റ് ഈസ് 60 ദിസ് വിൽ ബി 60. അങ്ങനെ ആയിരിക്കും, അങ്ങനെ വരുള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരച്ചു, അപ്പോൾ പുറത്ത് ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടാവും. ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ മെഷർ ഇതിന് ഈക്വൽ ആയിരിക്കും. ഇത് ഇങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടാവും. ആ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ മെഷർ ഏതിന് ഈക്വൽ ആയിരിക്കും? ഇതിന് ഈക്വൽ ആയിരിക്കും, ബിക്ക്. ഇനി ബിയിൽ ഇങ്ങനെ ഇങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്തു, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി, എക്സ്റ്റീരിയർ ആംഗിൾ. ദെൻ ദാറ്റ് മെഷർ വിൽ ബി ഈക്വൽ ടു ഡി. അപ്പോൾ പ്രൂവ് ചെയ്യാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, വി വിൽ കൺസിഡർ ഈ ആംഗിൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഡി സി പി ഡി സി ബി രണ്ട് ആംഗിൾ കാണാം, ഡി സി പി ആൻഡ് ഡി സി ബി. ദീസ് ടു ആർ ലീനിയർ പെയർ ഓഫ് ആംഗിൾസ്. അപ്പോൾ ദെയർ സം ഈസ് 180. ഓക്കെ. ഡി സി പി പ്ലസ് ഡി സി ബി ഈസ് ഈക്വൽ 180. ഇനി ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഡി സി ബി പ്ലസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180. ഓക്കെ. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. ദിസ് ആംഗിൾ പ്ലസ് ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു 180. ദിസ് ആംഗിൾ പ്ലസ് ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു 180. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്നതും ഇത് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്നതും ഈക്വലാണ്. അപ്പോൾ അവിടുന്ന് കോമൺ ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദിസ് ആംഗിൾ. അപ്പോൾ ഇവിടെ സ്റ്റെപ്സ് എഴുതിയ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പി സി ഡി പ്ലസ് സി ഈസ് ഈക്വൽ ടു 180. ആംഗിൾ പി സി ഡി പ്ലസ് സി. സി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ, അതായത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾ സി. ഇത് രണ്ടും കൂടെ കൂടിയാൽ എന്തായി? 180. റീസൺ ഈസ് ലീനിയർ പെയർ. ഓക്കെ. Then angle A plus angle C is equal to 180. Angle A this one, angle C means this one, and sum of these two is equal to 180. എന്താണ് കാരണം? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അതുകൊണ്ടാണ് ഇത് രണ്ടും 180 ആവുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ആംഗിൾ പി സി ഡി പ്ലസ് ആംഗിൾ സി. അതായത് ഇവിടെ റൈറ്റ് സൈഡിൽ 180 ആണ്, ഇവിടെയും റൈറ്റ് സൈഡിൽ 180 ആണ്. ദാറ്റ് മീൻസ് ദീസ് ടു ആർ ഈക്വൽ. ആൻഡ് ദിസ് 180 is equal to this one, this 180 is equal to this one. Therefore this left side is equal to this left side. Okay. So we can write angle PCD plus angle C is equal to angle A plus angle C.
ആംഗിൾ പി സി ഡി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ പ്ലസ് ആംഗിൾ സി. അപ്പോൾ ഇത് ഈ ഇക്വേഷനാണ്. ഓക്കെ, ദിസ് വൺ ഈക്വൽ ടു ദിസ് വൺ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് സെയിം ക്വാണ്ടിറ്റി എടുത്ത് മാറ്റുക. പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ സി എന്നുള്ള ഒഴിവാക്കി കഴിഞ്ഞാൽ, രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ, ദെൻ വിൽ ഗെറ്റ് വാട്ട്? ആംഗിൾ പി സി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ എ. ആംഗിൾ പി സി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ എ. ആംഗിൾ പി സി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റീരിയർ ആംഗിളാണ്. എവിടെയുള്ള? സി എന്ന വെർട്ടെക്സിലുള്ള എക്സ്റ്റീരിയർ ആംഗിളാണ് ആംഗിൾ പി സി. ഈ സീൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിളാണെന്ത്? ആംഗിൾ എ. അപ്പോൾ വി ഗോട്ട് ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദിസ്. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഇനി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് പകരം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെയ്യാം. ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെയ്യാം, ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അത് ഏത് വെർട്ടെക്സിൽ വേണമെങ്കിലും ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതേപോലെ ആംഗിൾസ് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റെപ്പുകൾ എഴുതിയാൽ യു ക്യാൻ പ്രൂവ് ദാറ്റ് ഇൻ എനി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ an exterior angle at any vertex is equal to the interior opposite angle. ഓക്കെ, ആ കൺസിഡർ ചെയ്ത ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഇൻറ്റീരിയർ ആംഗിൾ ഉണ്ടാവും. ആ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ മെഷറിന് ഈക്വൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, prove that a parallelogram which is not a rectangle is not cyclic. Okay, prove that a parallelogram which is not a rectangle is not cyclic. ഒരു പാരലോഗ്രാം, ആ പാരലോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് നോട്ട് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ അല്ലാത്ത പാരലോഗ്രാം. അപ്പോൾ റെക്റ്റാങ്കിൾ ആയ പാരലോഗ്രാം ഉണ്ടാകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിനെയും നമുക്ക് എന്ത് വിളിക്കാം? പാരലോഗ്രാം എന്ന് വിളിക്കാം. ബിക്കോസ് പാരലോഗ്രാമിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും എന്തിനുണ്ട്? റെക്റ്റാങ്കിളിനുണ്ട്. അതായത് ബോത്ത് പെയർസ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ. ഓക്കെ, രണ്ട് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് എടുത്താലും പാരലലാണ്. അപ്പോൾ തന്നെ അത് പാരലോഗ്രാമായി. മാത്രമല്ല ഈക്വലാണ്. ഓക്കെ, അതുകൊണ്ട് റെക്റ്റാങ്കിളിനെയും നമുക്ക് പാരലോഗ്രാം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? പ്രൂവ് ദാറ്റ് എ പാരലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ, റെക്റ്റാങ്കിൾ അല്ലാത്ത പാരലോഗ്രാം എന്ന് പറയാൻ കാരണം. ഓക്കെ, ഈസ് നോട്ട് സൈക്ലിക്. അപ്പോൾ റെക്റ്റാങ്കിൾ അല്ലാത്ത ഏതെങ്കിലും ഒരു പാരലോഗ്രാം എടുത്താൽ ആ പാരലോഗ്രാം ഒരിക്കലും സൈക്ലിക് ആവില്ല എന്ന് പ്രൂവ് ചെയ്യണം. സൈക്ലിക് ആവില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ 4 വെർട്ടീസസിലൂടെ കടന്നു പോകുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കാൻ സാധ്യമല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നേരത്തെ നമ്മൾ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആവുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കി. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ മെഷേഴ്സിൻ്റെ സമ്മ് 180 ആണ് അല്ലേ? അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആകുമ്പോൾ ആണെന്ന് പറയാം, ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ റെക്റ്റാങ്കിൾ അല്ലാത്തൊരു പാരലോഗ്രാം വരച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആവില്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. അങ്ങനെ ആവില്ല എന്നുള്ളത് കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് പാരലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ ഈസ് നോട്ട് സൈക്ലിക് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ അല്ലാത്ത ഒരു പാരലോഗ്രാം വരച്ചിരിക്കുന്നു. ആ പാരലോഗ്രാമിന് പേര് കൊടുത്തു ABCD. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എയും സിയും കൂടെ കൂട്ടിയാൽ 180 ആവില്ല. സം ഓഫ് ആംഗിൾ എ ആൻഡ് ആംഗിൾ സി ഈസ് നോട്ട് ഈക്വൽ ടു 180. സം ഓഫ് ആംഗിൾ ബി ആൻഡ് ആംഗിൾ ഡി. ഓക്കെ, മെഷേഴ്സ് ഓഫ് ആംഗിൾ ബി ആൻഡ് ആംഗിൾ ഡി and their sum is also not equal to 180 എന്ന് സ്ഥാപിക്കാൻ നമുക്ക് പറ്റിയാൽ മതി. then we can say that this parallelogram is not cyclic. അപ്പോൾ പാരലോഗ്രാമിൻ്റെ പ്രത്യേകത, അതായത് റെക്റ്റാങ്കിൾ അല്ലാത്ത പാരലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? റെക്റ്റാങ്കിൾ ആണെങ്കിൽ എല്ലാ ആംഗിൾസും 90 ആയിരിക്കും. അപ്പോൾ റെക്റ്റാങ്കിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് വിൽ ബി എന്താണ്? അക്യൂട്ട് ആംഗിൾസ്. ഇത് 90 ആവില്ല, ഇത് 90 ആവില്ല. ഫിഗറിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ലെസ് ദാൻ 90. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും? അക്യൂട്ട് ആയിരിക്കും. ഇത് രണ്ടും എന്തായിരിക്കും? ഒബ്റ്റ്യൂസ് ആയിരിക്കും. റെക്റ്റാങ്കിൾ അല്ലാത്തതുകൊണ്ട്. റെക്റ്റാങ്കിൾ ആണെങ്കിൽ 4ഉം എന്തായിരിക്കും? 90 ആയിരിക്കും. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് ആംഗിൾ എ ആൻഡ് ആംഗിൾ സി ആർ അക്യൂട്ട്. എ ആൻഡ് സി ആർ അക്യൂട്ട്. ഓക്കെ, ലെസ് ദാൻ 90 എന്നർത്ഥം.
അപ്പോൾ എ പ്ലസ് സി ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ലെസ് ദാൻ 180. 90യിൽ കുറവാണ് രണ്ടുമെങ്കിൽ 90യിൽ കുറവായിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും 180 കിട്ടില്ല. രണ്ടും 90 ആണെങ്കിൽ 180 കിട്ടും. രണ്ടും 90യിൽ കുറവാണെങ്കിലോ 180യിൽ കുറവ് കിട്ടും. ഓക്കെ, സോ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടുന്നില്ല, 180യിൽ കുറവാണെന്ന് നമുക്ക് കിട്ടി. ആംഗിൾ ബി ആൻഡ് ആംഗിൾ ഡി ആർ ഒബ്റ്റ്യൂസ്. ഓക്കെ, ഈ ഫിഗറിൽ ബിയും ഡിയും എന്താണ്? ഒബ്റ്റ്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 90 ആണ്. രണ്ടും 90 ആണെങ്കിൽ സം വിൽ ബി 180. രണ്ടും ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ സം വിൽ ബി ഗ്രേറ്റർ ദാൻ 180. ഓക്കെ, സോ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഗ്രേറ്റർ ദാൻ 180. അപ്പോൾ എന്ത് കിട്ടുന്നില്ല? 180 കിട്ടുന്നില്ല. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഗ്രേറ്റർ ദാൻ 180 മീൻസ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 180. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ലെസ് ദാൻ 180 മീൻസ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 180. ഓൺലി ഇഫ് the sum is equal to 180 we can say that it is cyclic, but here the sum is either less than 180 or greater than 180, therefore this parallelogram is not cyclic. Okay, therefore a parallelogram which is not a rectangle is not cyclic. അപ്പോൾ ഇതെന്തല്ല? സൈക്ലിക് അല്ല. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് നോക്കാം. പ്രൂവ് ദാറ്റ് എനി നോൺ ഐസോസെലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. പ്രൂവ് ദാറ്റ് എനി നോൺ ഐസോസെലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. നോൺ ഐസോസെലസ് അല്ലാത്ത, നോൺ ഐസോസെലസ് ആയിട്ടുള്ള ഒരു ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഐസോസെലസ് അല്ലാത്ത ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. അതെന്തല്ല? സൈക്ലിക് അല്ല. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഐസോസെലസ് ട്രപ്പീസിയം എന്താണ്? സൈക്ലിക് ആണ്. അപ്പോൾ ഐസോസെലസ് ട്രപ്പീസിയം അല്ലെങ്കിൽ അതെന്താവില്ല? സൈക്ലിക് ആവില്ല. അപ്പോൾ സൈക്ലിക് ആവില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. സൈക്ലിക് ആവില്ല എന്ന് പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആവില്ല എന്ന് പ്രൂവ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡ്സ് പാരലലായിട്ട് വരച്ചു, ദെർഫോർ ഇറ്റ് ഈസ് ട്രപ്പീസിയം. മറ്റ് രണ്ട് സൈഡ്സ് ഈക്വലായിട്ട് വരച്ചില്ല. ഓക്കെ, ഇത് ചെറുതാണ്, ഇത് കുറച്ചും കൂടെ വലുതാണ്. ദെർഫോർ നൗ ഇറ്റ് ഈസ് എൻ നോൺ ഐസോസെലസ് ട്രപ്പീസിയം. ഇതിപ്പോൾ ഐസോസെലസ് ട്രപ്പീസിയം അല്ല, നോൺ ഐസോസെലസ് ട്രപ്പീസിയാണ്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഇറ്റ് ഈസ് നോട്ട് സൈക്ലിക്. സൈക്ലിക് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി, എ പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു എന്താണ്? 180 ആണ്. 180 ആണ്. ഇത് രണ്ടും ഈക്വൽ അല്ല. ഇത് ഡി എ ആൻഡ് സി ബി ആർ നോട്ട് ഈക്വൽ. ഈക്വൽ ആണെങ്കിൽ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ആവും. ബട്ട് ആംഗിൾ എ ഈസ് നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി. അപ്പോൾ എ ബിയും ഈക്വൽ അല്ല. എയും ഡിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. എക്ക് ഈക്വലായിരുന്നു ബി എങ്കിൽ ബിയും ഡിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടും. പക്ഷേ ബി എന്തല്ല? എക്ക് ഈക്വൽ അല്ല. അതുകൊണ്ട് എക്ക് പകരം ബി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബി പ്ലസ് ഡി എന്നുള്ളത് 180 ആവില്ല. ഒന്നുകിൽ 180യേക്കാൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ 180യേക്കാൾ കുറവായിരിക്കും. അപ്പോൾ 180 ആയില്ലെങ്കിൽ ബി പ്ലസ് ഡി ഈസ് നോട്ട് ഈക്വൽ ടു 180 ആണെങ്കിൽ എ പ്ലസ് സി ഓൾസോ ഈസ് നോട്ട് ഈക്വൽ ടു 180. That means opposite angles are not supplementary. Sum of the measures of opposite angles is not equal to 180 degree. Therefore, this is not cyclic. Okay. Now, ABCD is non-isosceles trapezium. Angle A is not equal to B. A is not equal to B because AD is not equal to BC. Okay. This is equal. അതുകൊണ്ടാണ് A is not equal to B. And D is not equal to C. അതുപോലെ തന്നെ D യും C യും എന്തല്ല? ഈക്വൽ അല്ല. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180. എയും ഡിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 180 ബിക്കോസ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ഓക്കെ, ബി പ്ലസ് ഡി ഈസ് നോട്ട് ഈക്വൽ ടു 180. അപ്പോൾ ബി പ്ലസ് ഡി എന്താ കാരണം? എ ഈസ് നോട്ട് ഈക്വൽ ടു ബി. അപ്പോൾ എയുടെ സ്ഥാനത്ത് നമ്മൾ ബി കൊടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് ഡി 180 എന്നുള്ളതിന് പകരം ബി പ്ലസ് ഡി 180 എന്ന് കിട്ടില്ല. These two are not equal. Okay, so B plus D, angle B plus angle D
is not equal to 180. Whether it is less than 180 or greater than 180 we don't know, but it is not equal to 180. 180ക്ക് ഈക്വൽ അല്ല എന്ന് മാത്രം കിട്ടിയാൽ നമുക്ക്. ഈക്വൽ ആണെങ്കിൽ എന്താവുള്ളൂ? സൈക്ലിക് ആവുള്ളൂ. അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് നോട്ട് ഈക്വൽ ടു 180. അപ്പോൾ ബിയും ഡിയും 180ക്ക് ഈക്വൽ അല്ലെങ്കിൽ എയും സിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടില്ല? ദാറ്റ് ഓൾസോ വിൽ നോട്ട് ബി ഈക്വൽ ടു 180. ഓക്കെ, 360 ആണല്ലോ കിട്ടേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് 180 കിട്ടുകയാണെങ്കിൽ ദ സം ഓഫ് ദി അതർ ടു ആംഗിൾസ് വിൽ ബി 180. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് 180യിൽ കുറവാണെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180യിൽ കൂടുതലായിരിക്കും. ഇത് രണ്ടും 180യിൽ കൂടുതലാണെങ്കിൽ സമ്മ് 180യിൽ കൂടുതലാണെങ്കിൽ ഇതിന് രണ്ടിൻ്റെയും സമ്മ് എന്തായിരിക്കും? 180യിൽ കുറവായിരിക്കും. എങ്ങനെയായാലും സം ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈസ് നോട്ട് ഈക്വൽ ടു 180. ഓക്കെ, സോ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് നോട്ട് ഈക്വൽ ടു 180 ആൻഡ് angle A plus angle C also is not equal to 180. Therefore, it is not cyclic. That means this non-isosceles trapezium is not cyclic. Okay. ഈ എക്സസൈസിൽ ഇനി എന്താണ് 5th, 6th and 7th ഓക്കെ ഒരു 3 ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. 4 ഫിഗേഴ്സ് ഉണ്ട്. 4 ഫിഗേഴ്സിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ആ ക്വസ്റ്റ്യനൊക്കെ ആൻസേഴ്സ് നമ്മൾ കാണേണ്ടതുണ്ട്. ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.